രണ്ടത്താണി പൂവഞ്ചിന പ്രദേശവാസികൾ ദുരിതത്തിൽ. KNRC സ്ഥാപനത്തിൽ നിന്നുള്ള ദുർഗന്ധവും കൊതുക് ശല്യവും കാരണം പൊറുതിമുട്ടിയ പ്രദേശവാസികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ദേശീയപാത 66ന്റെ വികസനവുമായി ബന്ധപ്പെട്ട് മാറാക്കര ഗ്രാമപഞ്ചായത്ത് 19ാം വാർഡ് രണ്ടത്താണി പൂവഞ്ചിനയിൽ സ്ഥിതി ചെയ്യുന്ന KNRC സ്ഥാപനത്തിൽ നിന്നുള്ള മലിനജലം ഒഴുകുന്നതിനെതിരെ തുടർന്നാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. KNRC സ്ഥാപനത്തിനകത്ത് മാലിന്യങ്ങളും ദുർഗന്ധം വമിക്കുന്ന മലിനജലവും കെട്ടിക്കിടക്കുന്നതിനാൽ പ്രദേശത്തെ ജനങ്ങൾക്ക് പകർച്ചവ്യാധി പടരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഞാനിവിടെ രണ്ടത്താണി KNR പൂവഞ്ചനുള്ള ഇതിൻ്റെ അടുത്തുള്ള വീട്ടുകാരനാണ്. ഇതിൻ്റെ ചുറ്റുഭാഗത്താണ് ഈ ഫെൻസിങ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ചുറ്റുഭാഗത്താണ് ഇവരിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കത്തിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇവരെ ബാത്റൂമിൻ്റെ ഇതിന് വേസ്റ്റ്, മറ്റ് അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റ് കംപ്ലീറ്റ് പോകുന്ന സ്ഥലങ്ങളൊക്കെ ഇതാണ്. ഇതുകൊണ്ടിപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ എൻ്റെ വീട് ഇതിൻ്റെ തൊട്ടടുത്തുന്ന ഈ വീടാണ്. ഇതിൻ്റെ അടുത്തെടുക്കുന്ന എൻ്റെ അയൽവാസി മജീദ്, പോയ, ഇങ്ങനെ കുറേ എല്ലാ ആൾക്കാരുടെ വീടും ചുറ്റുഭാഗത്തുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു വെള്ളം കൂടുതൽ എടുക്കുന്നതുകൊണ്ട് കിണറിലൊന്നും വെള്ളമില്ല. 5-8 വർഷമായിട്ട് വറ്റാതിരുന്ന കിണറുകളൊക്കെ ഇപ്പോൾ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ആകെ ജനുവരി കഴിഞ്ഞപ്പോൾ ഫെബ്രുവരി ആയിട്ടുള്ളല്ലോ. ഇപ്പോൾ തന്നെ ഇവിടെ എല്ലാം വെള്ളം ഒക്കെ വറ്റൽ കഴിഞ്ഞു. അതിൻ്റെ പുറമെ ഇവരിവിടെ ഈ ഇതിന് ബാത്റൂമിൻ്റെ ഇതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് വെള്ളം ഒരു 2 മീറ്റർ കഴിഞ്ഞാൽ നമ്മളെ കിണറ്റിലൊക്കെ ഇതിൻ്റെ പടവ് കൂടി വെള്ളം കിണറ്റിൽ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ എല്ലാ കിണറത്തെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു ഇതിലത്തെ കിണറത്തെ വെള്ളം ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ബോർവെല്ലുള്ള ആളുകൾക്ക് കംപ്ലീറ്റ് ബോർവെല്ല് വറ്റിക്കെടുക്കുകയാണ്. അത്രമാത്രം വെള്ളം ഇവിടുന്ന് കയറ്റി പോയിക്കാണ്ട് ഉപയോഗിച്ചുകൊണ്ടും ഇവരെ പ്ലാന്റിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്ന് വെള്ളം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ വെള്ളം പയറിന് വരുന്നുണ്ട്, ബാക്കി കംപ്ലീറ്റ് ഇവർ ഇവിടുന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്ഥാപനത്തിൽ നിന്നുള്ള കക്കൂസ് മാലിന്യങ്ങൾ ഒഴുകുന്നതിനാൽ സമീപത്തെ വീടുകളിലെ കിണറുകളിലെ വെള്ളവും മലിനമായി. ഇത് കാരണമായി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. പരിസരത്തിലെ എല്ലാ വീട്ടിലും മക്കൾക്ക് രോഗമുണ്ട്. പല രോഗങ്ങളും കഠിനമായിട്ട് ഇപ്പോൾ ഞാൻ തന്നെ ഒരു മാസമായിട്ട് ചികിത്സയിലാണ്, ശ്വാസം മുട്ടലും മഞ്ഞപ്പിത്തായിട്ട്. അപ്പോൾ അത് കാരണം എല്ലാ ഈ മാലിന്യമാണ് ഈ ഉള്ള വീടുകൾ കിണറിലൊക്കെ ഒഴുകി വരുന്നത്. ഈ പാറൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഹോളിൽ കൂടി എല്ലാം കിണറിലേക്കും വരുന്നുണ്ട്. അത് കാരണം ഇവിടെ എല്ലാവർക്കും രോഗങ്ങൾ പിടിപെട്ടിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് ഒത്തിച്ച ശ്വാസം മുട്ടലുകൊണ്ട് എല്ലാവർക്കും വീട്ടിലേക്കും ഈ പുക കയറിപ്പോകുന്നുണ്ട്. പലതവണ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പ്രദേശത്തെ നാട്ടുകാർ KNRC ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. അടുത്തുള്ള അയൽവാസികൾ എല്ലാവരും അലർജി രോഗികളാണ്. പല അസുഖങ്ങൾ കൊണ്ട് എല്ലാവരും ബുദ്ധിമുട്ടിലാണ്. കുടിക്കാനുള്ള കിണറ്റിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ദിവസം ഇവർ വന്നതിന് ദിവസം നമ്മൾ ഇതുവരെ വെള്ളം ഉപയോഗിക്കലില്ല. ഇപ്പൊ ഈ വെള്ളമില്ലാത്ത ടൈം ആകെ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കേണ്ട ടൈമാണ്. ഞങ്ങൾ കണ്ടു 3 കിണർ, മൂന്നല്ല കൂടുതൽ നമ്മൾ സൈഡ് മാത്രം 3 ഉണ്ട്. ഈ ഒരു സൈഡ് ഇത് മാത്രം 3 കിണർ. ഇതേമാതിരിക്കുള്ള വേസ്റ്റ് ഫുള്ള് വേസ്റ്റ്. പിന്നെ അതുമല്ല വീട്ടിൻ്റെ ഉള്ളിൽ പകല് പോലും ഇരിക്കാൻ വയ്യ, കൊതുക് വന്നിട്ട്. കവർ ചെയ്തിട്ടില്ല, എല്ലാ വേസ്റ്റ് കുഴികളും തുറന്നു കിടക്കുകയാണ്. അതുകൊണ്ട് കൊതുകിൻ്റെ ശല്യം ഇവിടെ 24 മണിക്കൂർ വീട്ടിലിരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് കൊതുക് വർദ്ധിച്ചിട്ട്. അതുകൊണ്ട് ഈ കൊതുക് ശല്യം മാറണം. ഇവിടുത്തെ ഞങ്ങൾ വെള്ളത്തിൻ്റെ പ്രശ്നം തീരണം. അതേമാതിരി ഈ കിണറ്റികൾക്ക് മലിനജലം വരുന്നത് കാണും. ഇതെല്ലാമാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ഈ ഡിമാൻഡുകൾ അംഗീകരിക്കാതിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവരെ കമ്പനി ആക്കേണ്ടെന്നുള്ള തീരുമാനത്തിലാണ് നാട്ടുകാർ എത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ കാണുന്നത് കോൺക്രീറ്റ് അല്ല, ഇത് മാരകമായ കൊതുക് വളർത്ത് കേന്ദ്രം. എത്ര ദൂരത്തിൽ വേസ്റ്റ് കെട്ടിക്കിടന്നിട്ടുള്ള ഇവിടുന്നാണ് കൊതുക് വളർത്ത് കേന്ദ്രം. ഈ പൂവഞ്ചിന പരിസരം മൊത്തം കൊതുകും രോഗങ്ങളും വന്ന് പിടിക്കുന്നത് കണ്ടില്ല. ഇതിൻ്റെ രൂപം ഈ ചാലിങ്ങനെ അത്രയും ദൂരമുണ്ട്. 4 കൊല്ലമായിട്ട് കുടിവെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്. ഞങ്ങൾ തൊട്ടടുത്തുള്ള 3-4 വീട്ടുകാർ ഉപയോഗിക്കുന്ന വെള്ളമാണ് എൻ്റെ കിണറ്റിൽ. അതിപ്പോൾ ഞങ്ങൾക്ക് പോലും ചെയ്യില്ല. ജനുവരി ആകുമ്പോഴത്തേന് ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കി വീണ്ടും നവംബർ വന്നപ്പോൾ ഞങ്ങൾ വെള്ളം കഴിഞ്ഞു. അന്നേ ഞങ്ങൾ പറയുന്നുണ്ട് എൻ്റെ വെള്ളം കുറവുണ്ട്, ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും പറയില്ല, അതൊക്കെ അടച്ചിട്ടതാണ്, പോലെ എടുക്കണില്ല. പിന്നെയും ഇതന്നെ ഞങ്ങളിപ്പോൾ അതിന് ശേഷം എത്തി ആഴത്തിൽ താഴ്ത്തി കൊടുത്തു. വീണ്ടും വെള്ളം കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും വെള്ളം കഴിഞ്ഞ് പൈപ്പ് താഴ്ത്തിയിരിക്കും. അതേപോലെ ഞങ്ങൾ ചുറ്റുപാടത്തുള്ള എല്ലാ കോയിലും വെള്ളം കുറവാണ്. പിന്നെ വെള്ളം ഇല്ല, എല്ലാ കിണറ്റിലും വെള്ളം പറ്റി. സാധാ കിണർ പറ്റൽ തുടങ്ങി. അന്ന് പോലെ തന്നെ സാധാ കിണറ്റിലൊക്കെ വെള്ളമുണ്ട്. ഇതുപോലെ കളിച്ച പ്രശ്നം കൊണ്ടല്ല. ഇപ്പൊ വരുന്നത് കച്ചറ വെള്ളം, അങ്ങനെയല്ല വേസ്റ്റ് വെള്ളമാണ് വരുന്നത്. സാധാ കിണർക്ക് ഇവിടുന്ന് ഈ വെള്ളം വേസ്റ്റ് വെള്ളം
നല്ലോണം വന്ന് ചാടുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഫിൽറ്റർ വെച്ചിട്ടാണ് വെള്ളം ഉപയോഗിക്കുന്നത്. വെള്ളത്തിന്റെ സ്മെല്ലും ഇതൊക്കെ കാരണം. ഇതിന് അടുത്ത് തന്നെ വീട്? ഇതിന്റെ മതിന്റെ അപ്പുറത്ത് വന്നിട്ടാണ് വലിയ പിന്നെ ടാങ്കും ഇതിന്റെ കക്കൂസിന്റെ എല്ലാം കുട്ടികളിൽ ഞങ്ങൾ 2 മീറ്റർ അപ്പുറത്താണ്. ഞങ്ങളെല്ലാം കിണറ്റിലും എന്തെങ്കിലും പ്രശ്നം ഞങ്ങൾക്ക് പിന്നെ തൊണ്ടവേദന ഇത് വരുന്നുണ്ട്, അലർജി വരുന്നുണ്ട്, ചൂട് വരുന്നുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. എല്ലാവരും കൂടിയിട്ട് ഞങ്ങളെ വിഡ്ഢികളാക്കുക. ഓല് പറയും ഞങ്ങൾ ഇതിനുള്ളിൽ ഒരാൾക്കും നടക്കാനും പാടില്ല. ഒട്ടേറെ കിണറുകൾ മലിനമായതോടെ പലരും കുടിവെള്ളത്തിന് പുറത്തുള്ള ജലസ്രോതസ്സുകളെ ആശ്രയിക്കേണ്ടി വരുന്നു. മലിനജലം കെട്ടിനിൽക്കുന്നതിൽ കൊതുക് ശല്യം പ്രദേശത്തെ വീടുകളിൽ രൂക്ഷമാണെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.